ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ പരിചയപ്പെട്ടിട്ട് ഇന്നൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്, ഒരു സ്പൈ ക്യാമറയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷന് ചില പ്രത്യേകതകളുണ്ട്. നിങ്ങൾ ഈ വീഡിയോ എൻഡ് വരെ കാണുക, നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്കിനി ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയതിനു ശേഷം ഞാനിവിടെ മുകളിലായിട്ട് സ്പൈ ക്യാമറ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്പൈ ക്യാമറകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ 90% ആപ്ലിക്കേഷനുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും 1-2 ആപ്ലിക്കേഷൻ ഒരു പക്ഷേ നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് ലഭിക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ 100% പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. സ്പൈ ക്യാമറ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഞാൻ ഇത് ഓപ്പൺ ആക്കി. നിങ്ങൾക്കിവിടെ കാണാം, ഓൾറെഡി ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 100,000 ഡൗൺലോഡ് ഉള്ള ആപ്ലിക്കേഷൻ, 4 റേറ്റിംഗ് ഉള്ള ആപ്ലിക്കേഷൻ, നല്ല കമന്റുകൾ വന്നിട്ടുള്ള ആപ്ലിക്കേഷൻ. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, ഞാൻ ബാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് നോക്കാം ഈ ആപ്ലിക്കേഷൻ എവിടെയാണ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും SC സെറ്റിംഗ്സ് എന്നുള്ള പേരിലാണ് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ എന്റെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയപ്പോൾ ഇതേപോലെയാണ് കാണാൻ സാധിക്കുന്നത്. ക്യാമറ എന്ന് എഴുതി വന്നിട്ടുണ്ട്. അതിനുശേഷം ഷെഡ്യൂൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്രയും മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ കാണാൻ സാധിക്കത്തുള്ളൂ. ഈ ക്യാമറ എന്നുള്ളിടത്ത് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യാനില്ല. നെക്സ്റ്റ് ഓപ്ഷനായ ഷെഡ്യൂൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ച്, ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ച് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്പർ ഓഫ് കണ്ടിന്യൂസ് ഫോട്ടോസ്, എത്ര ഫോട്ടോസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം എന്നുള്ളത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഡിലേ ബിറ്റ്വീൻ ഫോട്ടോസ്, എത്ര ടൈം അല്ലെങ്കിൽ എത്ര സെക്കൻഡ്സ് ഈ ഫോട്ടോകളുടെ ഇടയിലുള്ള ഡിലേ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾ അത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിന്റെ കൂടുതൽ സെറ്റിംഗ്സിനായിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ സെറ്റിംഗ്സിന്റെ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സെലക്ട് യുവർ ലാംഗ്വേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഒരുപക്ഷെ ഇവിടെ ഇംഗ്ലീഷ് അല്ലായിരിക്കും സെലക്ട് ആയിരിക്കുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ക്യാമറ സെലക്ട് ചെയ്യണം. ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ ഇതിൽ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഫോട്ടോ സൈസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിനനുസരിച്ചുള്ള, മൊബൈൽ ക്യാമറയ്ക്ക് അനുസരിച്ചുള്ള ഫോട്ടോ സൈസ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ 1920x1080 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഫോൾഡർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഏത് ഫോൾഡറിലേക്കാണ് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഫോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടേൺ ഓഫ് ഷട്ടർ സൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ 2 മെത്തേഡ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫോണിന് സ്യൂട്ട് ആകുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ മെത്തേഡ് 1 സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം താഴെയായിട്ട് വൈബ്രേറ്റ് വെൻ ക്യാപ്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ എടുത്തതിന് ശേഷം വൈബ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഫോൺ. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എനേബിൾ ചെയ്യാം. ഞാൻ എന്തായാലും ഇത് വെറുതെ എനേബിൾ ചെയ്യുകയാണ്. ഹൈഡ് ഫോട്ടോസ് ഫ്രം ഗാലറി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ സ്പൈ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗാലറിയിൽ വരാതെ ഹൈഡ് ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻ ചെക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒന്നും ഞാൻ അത് ചെയ്യുന്നില്ല. ക്വിക്ക് റെക്കോർഡ് ഐക്കൺ, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്വിക്ക് റെക്കോർഡ് ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പല ഓപ്ഷനുകളുണ്ട്. മൈ ബുക്ക്, മൈ ഇമെയിൽ, ക്വിക്ക് ക്യാപ്ചർ, അങ്ങനെ പല ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ മൈ ബുക്ക് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന് പകരം മൈ ഇമെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. ഞാൻ അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചു തരാം എന്താണെന്ന്. അതായത് നമ്മളുടെ ഫോണില് ഈ ആപ്ലിക്കേഷൻ ഏത് രീതിയിലായിരിക്കും ഐക്കൺ കാണിച്ചിരിക്കുന്നത് എന്നാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. ഞാനിവിടെ മൈ ഇമെയിൽ ആണ് സെലക്ട് ചെയ്തത്. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് SMS ക്യാപ്ചറിംഗ്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജുകൾ അയച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. സെൻഡർ എന്നുള്ളിടത്ത് നിങ്ങൾ എനി നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് നമ്പർ കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചാണ് ഫോട്ടോസ് എടുക്കണമെങ്കിൽ സ്പൈ ഫ്രണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾ SMS ചെയ്യുക. ഇതിലൂടെ SMS ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ബാക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഗൂഗിൾ ഡ്രൈവ് ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൽ സൈൻ ഇൻ ചെയ്യേണ്ട കാര്യവുമില്ല നിങ്ങൾക്ക്, അല്ലാതെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഞാൻ ബാക്ക് ചെയ്യുകയാണ്. ബാക്ക് ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളുടെ ആപ്ലിക്കേഷൻ ആണ് ഇത്. ആപ്ലിക്കേഷന്റെ പേരിലല്ല സേവ് ആയിരിക്കുന്നത്. ഐക്കൺ തന്നെ വേറൊരു രീതിയിലാണ്, സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൺ രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്തത്, നമ്മൾ ഫയല് സെറ്റ് ചെയ്തിരിക്കുന്നത് മൈ ഇമെയിൽ എന്നുള്ള പേരിൽ. നോക്കാം, ഇവിടെ മൈ ഇമെയിൽ എന്നുള്ള പേരിലാണ് ഈ ആപ്ലിക്കേഷന്റെ ഐക്കൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഞാൻ ഈ മൈ ഇമെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു.
ഓക്കെ, അതിനുശേഷം വീണ്ടും ഞാൻ മൈ ഇമെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ക്യാമറ ഓപ്പൺ ആകുന്നില്ല, ഫോട്ടോ എടുക്കുന്ന സൗണ്ട് വരുന്നില്ല. ഞാൻ വൈബ്രേഷൻ ഓപ്പൺ ആക്കിയിട്ടുള്ളത് കൊണ്ട് വൈബ്രേഷൻ മാത്രം വരുന്നുണ്ട്. മറ്റൊരു കാര്യങ്ങൾ ഇവിടെ അറിയാൻ സാധിക്കുന്നില്ല. ഞാൻ വീണ്ടും ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്, ഇമെയിൽ എന്നുള്ള ബട്ടണിൽ. നോക്കുക, ക്യാമറ ഓൺ ആയിട്ടില്ല, ഒന്നുമില്ല. ഒരു രീതിയിലും ഇതിൽ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാകത്ത പോലുമില്ല. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസ് ഇനിയും ഗാലറി കാണാൻ സാധിക്കില്ല, കാരണം ഗാലറിയിൽ സേവ് ആകുന്നത് നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഫോട്ടോസ് കാണണമെങ്കിൽ വീണ്ടും നമ്മളുടെ ആപ്ലിക്കേഷൻ, അതായത് സ്പൈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ഇവിടെ SC സെറ്റിംഗ്സ് എന്നുള്ള രീതിയിലാണ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. അത് ഓപ്പൺ ആക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഏറ്റവും മുകളിൽ പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും, ക്യാപ്ചർ ഫോട്ടോസ്. അതിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇപ്പോൾ നമ്മളെടുത്ത ഫോട്ടോസ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഞാനൊന്ന് ഓപ്പൺ ആക്കിയാണ്. നോക്കുക, നമ്മൾ ഏത് ക്ലാരിറ്റിയിലാണോ ഫോട്ടോ എടുക്കാൻ ഇതിൽ സെറ്റ് ചെയ്തിരുന്നത് അതേ ക്ലാരിറ്റിയിൽ ഫോട്ടോ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നോക്കുക, ഒരു ഫോട്ടോ അല്ല നമ്മൾ എടുത്തത്, 3 ഫോട്ടോസ് എടുത്തു. 3 ഫോട്ടോസും ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ SMS ചെയ്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. ഇനി ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. നോക്കുക, ഞാനിവിടെ ഡിലീറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് 3 ഫോട്ടോസും ഡിലീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടെന്ന് പോലും ആർക്കും അറിയാൻ സാധിക്കത്തില്ല. ആർക്കെങ്കിലും ഫോട്ടോ എടുത്തുന്നൊരു ഡൗട്ട് ഉണ്ടായിട്ട് നമ്മുടെ ഫോൺ ചെക്ക് ചെയ്താൽ പോലും ഗാലറിയിലോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലോ ഇങ്ങനെ ഒരു സ്പൈ ക്യാമറ ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇതേപോലെ സ്പൈ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഉടൻ തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.